ഗ്ലാസ് ഡോർ പോലെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സർവേ ഏജൻസികൾ പറയുന്നു നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ 10 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണെന്ന് ChatGPT ചോദിക്കൂ. ChatGPTയോട് അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇന്ന് നല്ല രീതിയിൽ സാലറി പാക്കേജുകളും നല്ല CTCയുമുള്ള ഒരു എൻവിറോൺമെൻറ്റാണ് ഒക്യുപേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ കുട്ടികൾ അദാനി എയർപോർട്ടിലെ കൺസ്ട്രക്ഷൻ ഏരിയാസിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല സബ് കോൺട്രാക്റ്റിലുള്ള കമ്പനികളിലാണ് നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. ഈവൻ അതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പം നമുക്ക് ആലോചിക്കാം, അവിടെ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്കാണ് നടക്കുന്നത്. ആ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്ന കമ്പനിക്ക് വരെ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് നമ്മൾ എടുക്കാൻ നോക്കുക. പിന്നെ നെബോഷ് എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഷോർട്ട് ടൈം സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് ഈ പറയണ സേഫ്റ്റി രംഗത്ത് ജോലി അന്വേഷിച്ച് പോകാൻ നോക്കിയാൽ ഇത്രയും നടക്കാൻ പോകുന്നില്ല. സാർ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നല്ലോ, നെബോഷ് ഐഡിപ്പിന് ഇന്ത്യയിലും അതുപോലെ പുറത്തും നല്ല ജോലി സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ശരിക്കും ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിരിക്കും. നോർമൽ കേസിൽ ഇപ്പോൾ വിദേശത്തൊക്കെ ഇതിന് ടു ബി ഫ്രാങ്ക് നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും അതിന് അനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റേഷനും ഉള്ളത് വിദേശത്താണ്, പുറത്താണല്ലേ. ഇത് ഞങ്ങൾ അൽസലാമ ഒരു വേർഡ് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഇന്നെല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. ഗ്ലാസ് ഡോർ പോലെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സർവേ ഏജൻസികൾ പറയുന്നു നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ 10 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ട് എന്നാണ്. അത് എക്സ്പീരിയൻസിന് ബേസ്ഡ് ആണ്, ഞാനതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സേഫ്റ്റി നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഒരു കമ്പനിക്കകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡുകൾ, റിസ്കുകൾ ഉണ്ടാവാം. ഒരു കമ്പനിക്കകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റും പല തരത്തിൽ ഒരിക്കലും യൂണിഫോമിറ്റിയിൽ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ഒരു സേഫ്റ്റി മാനേജറെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്കകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള റിസ്കുകളെക്കുറിച്ചും ഹസാർഡുകളെക്കുറിച്ചും ഇൻസിഡൻസുകളെക്കുറിച്ചും നല്ലൊരു അവയർനെസ് വേണം. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ വേറെ കഥകളിലേക്കൊന്നും പോകുന്നില്ല, വെറുതെ ഒന്ന് ചിന്തിച്ചു പോകുക. ഇത്രയും അധികം നോളേജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അയാൾക്ക് ആ കമ്പനി നല്ല രീതിയിലുള്ള സാലറി പാക്കേജ് അല്ലെങ്കിൽ CTC ഉണ്ടാകും 100%. സിമ്പിൾ. നമുക്ക് ഗൂഗിൾ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പോട്ടെ, ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണെന്ന് ChatGPT ചോദിക്കൂ. ChatGPTയോട് അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. എന്തായാലും ടു ബി ഫ്രാങ്ക് ഞാൻ ഒരു ഇത് വെച്ച് കമൻ്റ് ഇത് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇന്ന് നല്ല രീതിയിൽ സാലറി പാക്കേജുകളും നല്ല CTCയുമുള്ള ഒരു എൻവിറോൺമെൻറ്റാണ് ഈ ഒക്യുപേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതിൽ ഐഡിപ്പും കൂടി കഴിഞ്ഞ ആൾക്ക് എങ്ങനെ പോയാലും ഒരു 5 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ടാവും എന്നത് നമ്മൾ അറിയിക്കും. ഇനി നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഒരു സേഫ്റ്റി മെഷർമെൻറ്റ്സുകളൊന്നും വലിയ തോതിലില്ല നോർമൽ കേസ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡിസ്കഷനുകൾ നടക്കുന്നു. നെബോഷ് നമ്മുടെ രാജ്യത്ത് വരികയും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് മീറ്റ് ചെയ്യുകയും ഒക്കെ ഒരുപാട് റെനോവേഷൻസുകൾ കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ മേ ബി ഫ്യൂച്ചറിൽ അത് ഒരു നിർബന്ധമാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് വർക്ക് ലൊക്കേഷൻസിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് ഇപ്പോൾ ഭയങ്കര ഒരു പ്രയോറിറ്റി വന്നിട്ടുണ്ട്. കാരണം സേഫ്റ്റി ഓഫീസേഴ്സിനെ നിയമിക്കുക, അതേപോലെ ഒരു HSC ടീമിനെ ഫോം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 5 വർഷം മുന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ അല്ല ഫോളോ ചെയ്ത് പോണേ. നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തിലെ ഒരു ഒരു റെപ്യൂട്ടഡ് ബിൽഡേഴ്സിൻ്റെ ഒരു ഫ്ലാറ്റ് അത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അതേപോലെ ഒരുപാട് കൺസ്ട്രക്ഷനിലാണെങ്കിലും ഒരുപാട് പുറം രാജ്യങ്ങളെ അഡോപ്റ്റ് ചെയ്തിട്ട്
ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ ലൈക്ക് സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ പുതിയ പുതിയ കോൺസെപ്റ്റുകളും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പുറം രാജ്യങ്ങളിലെ പലതരത്തിലുള്ള പോളിസീസും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഏറ്റവും സേഫസ്റ്റായിട്ട് ഒരു വർക്ക് പ്ലേസ് റൺ ചെയ്യണമെങ്കിൽ അവിടെ ഒരു HSE ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അപ്പോൾ ആ HSE ഡിപ്പാർട്ട്മെൻറ്റിനെ നിലവിൽ ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയൊരു നോളേജ് ഇല്ല. കാരണം നമുക്കത് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർനാഷണൽ ലെവൽ എക്സ്പോഷർ കിട്ടി വന്ന അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ എടുത്ത് വന്നിട്ടുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഈ പറയുന്ന ഫീൽഡിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് നെബോഷിൻ്റെ ലെവൽ 3 ഡിപ്ലോമ കോഴ്സസ്, ലെവൽ 3 സർട്ടിഫിക്കേഷൻ കോഴ്സസ്, അത് കഴിഞ്ഞ് കുട്ടികൾ ഒരുപാട് പേര് സേഫ്റ്റിയിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ ട്രിവാൻഡ്രം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എയർപോർട്ട് നിലവിൽ അദാനി ഏറ്റെടുത്തു. അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ട് അദാനിയുടെ കൺസ്ട്രക്ഷൻസാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു കമ്പനി, ഒരു MNC കമ്പനി എപ്പോഴും അവരുടെ സേഫ്റ്റി പോളിസീസും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു HSE ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അത് ലീഡ് ചെയ്യാനായിട്ട് ഇത്ര വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ അനുസരിച്ചിട്ട് സേഫ്റ്റി ഓഫീസേഴ്സിനെ വയ്ക്കുകയാണ്. നമ്മുടെ തന്നെ കുട്ടികൾ അദാനി എയർപോർട്ടിലെ കൺസ്ട്രക്ഷൻ ഏരിയാസിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല സബ് കോൺട്രാക്റ്റിലുള്ള കമ്പനികളിലാണ് നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ടെക്നോ പാർക്കിൽ, തിരുവനന്തപുരം ടെക്നോ പാർക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. പുതിയൊരു ഷോപ്പിംഗ് മാൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അടുത്ത ഡെവലപ്മെൻറ്റായിട്ട് IT കമ്പനീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പേസസിനുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ സേഫ്റ്റി ഓഫീസേഴ്സിന് ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ അതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പം നമുക്ക് ആലോചിക്കാം, അവിടെ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്കാണ് നടക്കുന്നത്. ആ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്ന കമ്പനിക്ക് വരെ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ തന്നെ വന്നു. അപ്പോൾ വരും കാലഘട്ടങ്ങളിൽ, വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ആ സമയത്തേക്ക് ഒരു കാൻഡിഡേറ്റ്, ഇപ്പോൾ ഒരു സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നൊരു കാൻഡിഡേറ്റ് സെൽഫായിട്ട് എക്യുപ്ഡായി നിൽക്കുക എന്ന് പറയുന്നത് പോലെ അവരവരുടെ കരിയറിൽ നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡേഷനായിട്ട് IDP പോലുള്ള കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി IDP ബേസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് വരും. കാരണം ഇതിൽ പല കമ്പനീസും, പല വലിയ വലിയ കമ്പനീസ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം സ്റ്റാർട്ട് ചെയ്യും സേഫ്റ്റിയിൽ. അവരുടെ ഒരുപാട് വർക്ക് സൈറ്റ് ഉള്ളവർ, അതേപോലെ അവരുടെ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒക്കെ നമ്മുടെ IDP കഴിഞ്ഞവർക്കുള്ള സാധ്യതകളാണ്. പിന്നെ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് പോകുന്നത് ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് GCC ആണ്. അപ്പോൾ GCC കൺട്രീസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളാണ് നെബോഷ് ലെവൽ 3 കഴിഞ്ഞവർക്കും അതിലുപരി IDP കഴിഞ്ഞവർക്കും. കാരണം IDP കഴിഞ്ഞവരുടെ ഒരു ആവറേജ് ഗൾഫിലെ GCC കൺട്രീസിലെ പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 20-25 lakhs ഒക്കെ CTC, അതായത് അവർക്ക് ആനുവൽ ഇൻകം കിട്ടുന്നുണ്ട്. അതായത് മന്ത്ലി 2-2.5 ലക്ഷം രൂപയൊക്കെ സുഖമായി സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. യൂറോപ്യൻ കൺട്രീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ChatGPT പോലെയുള്ള, സാർ നേരത്തെ പറഞ്ഞ പോലെ ChatGPT പോലുള്ളതിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 48-58 lakhs ഒക്കെയാണ് കാണിക്കുന്ന ആനുവൽ ഇൻകം. ഓക്കെ, 50 ലക്ഷം രൂപ ഒക്കെ ആനുവൽ ഇൻകം അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 4 years എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് പറയണത്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈലിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നൊരു കാര്യമാണ് അല്ലേ. കാരണം ഞാൻ ഇപ്പം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു BTech കഴിഞ്ഞ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ നിൽക്കുന്നൊരു കാൻഡിഡേറ്റ്, ആൾ നെബോഷിൻ്റെ ലെവൽ 6 IDP ചെയ്ത് പുറം രാജ്യങ്ങളിൽ, ഇപ്പോൾ UK അല്ലെങ്കിൽ ജർമ്മനിയോ ഓസ്ട്രേലിയയോ ഇങ്ങനെയുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ജോബ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ലൈക്ക് അവർക്ക് സുഖമായിട്ട് അവരുടെ കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിലുപരി അവിടെ വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് MSO അല്ലെങ്കിൽ MSCO പോലെയുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് കോഴ്സുകൾ ചെയ്യാം. ഇനിയിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിട്ട് തോന്നാം, എങ്ങനെയാണ് ഈ പറയുന്ന ഒരു BTech കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കരിയറിൽ എങ്ങനെയാണ് നമ്മൾ UK എത്തിപ്പെടുക, അവിടേക്ക് ഒരു ജോലി കിട്ടി അങ്ങോട്ട് എത്തണ്ടേ. അപ്പം അങ്ങനെ എത്തിപ്പെടാനായിട്ട് ഒരു വർക്ക് പെർമിറ്റ് വിസ കിട്ടാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം UK. ഒരു ഹയർ ലെവൽ എഡ്യൂക്കേഷൻ ചെയ്യാൻ പോകണം, ഒരു MSc പോലുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട്
UK മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ കരിയർ MSc സ്റ്റാർട്ട് ചെയ്യുക. MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെബോഷ് ക്വാളിഫൈഡ് ആയിട്ട് നെബോഷിന് IDP ചെയ്തിട്ട് MSc ചെയ്യാൻ വരുന്ന കാൻഡിഡേറ്റ്സിന് അവിടെ MSc പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സേഫ്റ്റി ഓഫീസറായിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഒരേ സമയം അവർക്ക് അവരുടെ കരിയറും ബിൽഡ് ചെയ്യാം, ഏൺ ചെയ്യുകയും ചെയ്യാം, അതേപോലെ അവരുടെ കോഴ്സ് സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്യാം. ഒരു 2 കൊല്ലമൊക്കെ സക്സസ്ഫുള്ളി അവരെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സുഖമായിട്ട് ഒരു 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡ് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ബേസിസിൽ ഇപ്പോൾ 2 കൊല്ലത്തെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയ ആൾക്ക് മിനിമം 1 ഇയർ അല്ലെങ്കിൽ മാക്സിമം 2 ഇയറാണ് സ്റ്റേ ബാക്ക് ഉണ്ടാവുക. അതിന് പകരം ഇവർക്ക് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു വർക്ക് പെർമിറ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കവിടെ തുടരാം. കാരണം ഇപ്പോൾ UK അവരുടെ ലൈക്ക് ഈ മൈഗ്രേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്റ്റഡീസിന് പോകുന്നവരുടെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് വരുന്നുണ്ട്. മാത്രം കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് സെക്ടറിലാണ്, അതായത് ഹെൽത്ത് കെയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് അതൊരു പൊട്ട ജോബാന്നല്ല പറയുന്നത്, പക്ഷേ ഈ വയസ്സായ ആൾക്കാരെ ശുശ്രൂഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ പഠിച്ചതുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് തോന്നുന്നത് 40 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്ത് പോയവരാണ് അങ്ങനെയുള്ള ജോലിക്ക് നിൽക്കുന്നത്. തീർച്ചയായും അതെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ കരിയറിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് സാധ്യതകൾ ആ ഒരു ഫീൽഡിലുണ്ട് അല്ലേ. അമേസിങ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ എല്ലാത്തിനുപരി നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വിശദമായി അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു കോൺവെർസേഷനിൽ പറയുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് ഒരു 4th പേഴ്സണിന് കേൾക്കുമ്പോൾ അത് ശരിയാണോ അത് തെറ്റാണോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അതിനെ ലൈക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ച് വെറുതെ ബട്ടർ ചെയ്യാണോ ഈ ഒരു ഇതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, ഞാൻ ഇന്ന പോലെ ഒരു കോഴ്സ് എടുത്ത് പുറത്ത് വന്നാൽ എനിക്ക് എത്രത്തോളം ജോലി സാധ്യതകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് നമ്മൾ എടുക്കുക നോക്കുക. പിന്നെ നെബോഷ് എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഷോർട്ട് ടൈം സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് ഈ പറയണ സേഫ്റ്റി രംഗത്ത് ജോലി അന്വേഷിച്ച് പോകാൻ നോക്കിയാൽ ഇത്രയും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പഠിക്കേണ്ട കോഴ്സ് തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ബെനിഫിറ്റ്സ് അവർക്ക് ആ ഫീൽഡിൽ കിട്ടുകയുള്ളൂ. സാധ്യതകൾ അനന്തമാണ്. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചാൽ ഇഷ്ടംപോലെ വേക്കൻസീസ് ഇഷ്ടംപോലെ ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇഷ്ടംപോലെ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഹയർ എൻഡിലേക്ക് പോകാമെന്നല്ലാതെ ഒരിക്കലും നമ്മൾ പഠിച്ചിട്ടല്ല ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ ഈ 12 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് കിട്ടുന്ന 70% 100 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അതിൽ 70 കുട്ടികളും വരുന്നത് റെഫറൻസ് വഴിയാണ്. ദാറ്റ് മീൻസ് ആ കുട്ടികളുടെ പാരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഗൾഫ് കൺട്രീസിൽ ഉണ്ടാവും. അവർക്ക് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടാവും. ആ സേഫ്റ്റി ഓഫീസർക്ക് കിട്ടുന്ന സാലറി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുട്ടികളെ വിളിച്ച് പറയും നിങ്ങൾ ഇന്ന കോഴ്സ് പഠിച്ചാൽ. അപ്പോൾ 70% സ്റ്റുഡൻസും അങ്ങനെയാണ് വരുന്നത്. ബാക്കി 30% സ്റ്റുഡൻസ് മാത്രമാണ് നമ്മളെ അപ്രോച്ച് ചെയ്ത് ഞങ്ങളിലൂടെ സംസാരിച്ച് അവർ നമ്മൾ കൺവിൻസ് ചെയ്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല. 100% ഓപ്പർച്യൂണിറ്റീസ് വൈഡറാണ്.